ഹായ് ഐഫോൺ കില്ലർ ഈ ഒരു സംഭവം നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ടാവും. കാരണം പല ഫോണുകൾ ഇറങ്ങുമ്പോഴും അത് ഐഫോണിനെ ബീറ്റ് ചെയ്യുന്ന തരത്തിൽ എന്തൊക്കെയോ കൊണ്ടുവരുന്ന പോലെ വരുമെങ്കിലും അവസാനം ഐഫോണിന്റെ തട്ട് താഴ്ന്നു തന്നെ നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ബട്ട് പിക്സൽ 7 വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ക്യാമറയുടെ ഭാഗത്തെങ്കിലും ഐഫോണോട് കിടപിടിക്കുന്ന, അല്ലെങ്കിൽ മൊത്തത്തിൽ തന്നെയും ഒരു ഐഫോൺ കില്ലർ എന്ന രീതിയിൽ ഐഫോൺ ഒഴിവാക്കിക്കൊണ്ട് പിക്സൽ എടുക്കാമെന്ന ആൾക്കാർ ചിന്തിക്കുന്ന ലെവലിലുള്ളൊരു ഫോൺ ആയിരിക്കുമെന്ന് ഒരുപാട് പേര് കണക്ക് കൂട്ടുന്നുണ്ട്. സോ എങ്ങനെയുണ്ട് സ്ഥിരമായിട്ട് ഐഫോൺ ഉപയോഗിച്ച് വരുന്ന ഒരാളെന്ന നിലയ്ക്ക് പിക്സൽ 7 എടുത്തപ്പോൾ എൻ്റെ റിയൽ ഒപ്പീനിയൻ എന്താണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സോ ആദ്യമായിട്ട് ഈ ഒരു ബ്രാൻഡിൻ്റെ ഫോൺ എങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യും, അതായത് മൊത്ത ക്രൗഡിനിടയിൽ ഒരു പ്രീമിയം ഫോൺ പോലെ ഇത് എങ്ങനെ നിൽക്കുമെന്ന് ചോദിച്ചാൽ, ഈ ഒരു ഫോണിനെ കണ്ടാൽ പിക്സൽ ഫോണിനെ അറിയാവുന്നവർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇത് പിക്സലാണ് എന്ന് മനസ്സിലാവും. കാരണം ഈ ഒരു ഡിസൈനും ക്യാമറ വൈസർ സെറ്റപ്പും മൊത്തത്തിൽ ഇതൊരു ഡിഫറൻ്റ് ആണ്, ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രൊഡക്റ്റായിട്ട് ഏത് ക്രൗഡിനിടയ്ക്കും ഇത് നിൽക്കും എന്നുള്ളത് ഇതിനെ വ്യത്യസ്തമാക്കുന്നുണ്ട്. പിന്നെ ഗൂഗിളിൻ്റെ പിക്സൽ സീരീസ് എന്ന് പറയുന്നത് അത്യാവശ്യം പ്രീമിയം സെറ്റപ്പുള്ള ഫോണുകൾ തന്നെയാണ്. ഒരുപാട് പേരും അങ്ങനെയാണ് ഇതിനെയും കാണുന്നത്. സോ ഐഫോണിന് പകരം വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് എടുക്കാം, ഡിഫറൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു നല്ല കാര്യം. രണ്ടാമത് വില. പിക്സൽ ഫോണുകൾ 60 രൂപ റേഞ്ചിൽ, അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒരെണ്ണം മറ്റോ 70 രൂപയ്ക്ക് വന്നിട്ടുണ്ടെങ്കിലും പിക്സലിൻ്റെ വില 60,000. ഇപ്പോഴും ഇത് 60,000 രൂപയ്ക്ക് തന്നെയാണ് അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓരോ വർഷം കഴിയുമ്പോഴും 20,000 30,000 കൂട്ടി ലക്ഷങ്ങളുടെ മുകളിലേക്ക് പോകുന്നൊരു പരിപാടി പ്രീമിയം ബ്രാൻഡായിട്ടും ഇവർ ചെയ്തിട്ടില്ല എന്നുള്ളത് നല്ലൊരു വശമാണ്. സോ നമുക്ക് 1 ലക്ഷം 1.5 ലക്ഷം ഒന്നും കൊടുക്കാതെ തന്നെ ഒരു പ്രീമിയം ബ്രാൻഡിൻ്റെ ഒരു പ്രീമിയം ഫോൺ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതിൽ നല്ലൊരു വശമായിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തു പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് നോക്കിയാൽ, ഡിസൈൻ വൈസ് ഈ ഫോൺ നന്നായിട്ടുണ്ട്. കാണാനായാലും കയ്യിൽ പിടിക്കാനായാലും ഒക്കെ ഒരിത്തിരി വ്യത്യസ്തമായ ഒരു നല്ല ഇൻഹാൻഡ് ഫീലും മൊത്തത്തിലെ ഡിസൈനൊക്കെ ഒരു നല്ല റിച്ച് പ്രീമിയം ലുക്കൊക്കെ ഉണ്ട്. ഗ്ലോസി ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ സ്ലിപ്പറി ആയിരിക്കും. ബട്ട് ഒരു മാറ്റ് ഫിനിഷ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒന്ന് നന്നായേനെ എന്നുള്ളത് ഒരു ചെറിയ അഭിപ്രായം. ബട്ട് ഇതും എനിക്ക് ഇഷ്ടക്കുറവൊന്നും തോന്നിയില്ല, നന്നായിട്ടുണ്ട്. ഗോറില്ല ഗ്ലാസ് വിക്ടസിന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. IP68 വാട്ടർ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഓവർ വെയിറ്റ് ഒന്നുമില്ല, 197 ഗ്രാം, 8.7 mm തിക്നെസ്, ഓവറോൾ നല്ല ഇൻഹാൻഡ് ഫീലൊക്കെ ഉള്ള ഒരു നല്ല ഡീസൻറ്റ് ഫോൺ. ഇതിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 57,000 അല്ലെങ്കിൽ ഒരു 59,000 ഒരു ഡിസ്കൗണ്ടിലൊക്കെ നിങ്ങൾ എങ്ങനെ പോയാലും 55 രൂപ കിട്ടുമെന്ന് വിചാരിക്കും. ആ വിലയ്ക്കുള്ള പെർഫോമൻസ് എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം സ്നാപ്ഡ്രാഗൺ 870 കുറച്ചുകൂടി ബെറ്റർ പ്രൊസസ്സർ എന്നേ പറയാനുള്ളൂ. എന്ന് വെച്ചാൽ 30,000 രൂപയുടെ റേഞ്ചിൽ നമ്മൾ പല ആൻഡ്രോയിഡ് ഫോണുകളിലും കാണുന്ന പ്രൊസസ്സറിൻ്റെ റേഞ്ചിലുള്ള പെർഫോമൻസ് ആണ് ഈ ഒരു ഫോണും നമുക്ക് തരുവുള്ളൂ. സോ പെർഫോമൻസിന് ഇത് വാല്യൂ ഫോർ മണിയാണെന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല. പകരം ഒരുപാട് ഫീച്ചേഴ്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വളരെ സ്മൂത്ത് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന വളരെ നല്ലൊരു UI ഉള്ള, നിങ്ങൾക്ക് ഇവിടെ കാണാം, വളരെ സ്മൂത്തായ ആനിമേഷനുള്ള ഒരു ഫോൺ എന്ന രീതിയിൽ ഇത് തീർച്ചയായിട്ടും നല്ല സ്മൂത്തായ ഒരു യൂസർ എക്സ്പീരിയൻസ് തരുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഗൂഗിളിൻ്റെ ടെൻസർ G2 എന്ന പ്രൊസസ്സറും അതേപോലെ തന്നെ M2 ടൈറ്റാൻ M2 സെക്യൂരിറ്റി പ്രൊസസ്സറും വരുന്നുണ്ട്. LPDDR5 റാമും UFS 3.1 സ്റ്റോറേജും ഒക്കെ അടക്കം ആൻഡ്രോയിഡ് 13 ബേസ് ചെയ്ത് വരുന്ന ഈ ഫോൺ വളരെ സ്മൂത്ത് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ തന്നെ അത്യാവശ്യം ഗെയിമും കളിക്കാം. കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ ഞാൻ കളിച്ച് നോക്കി, വിഷയമൊന്നുമില്ല, നൈസായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ബട്ട് എങ്കിലും ഒരു ഗെയിമിംഗ് ഫോൺ എന്ന രീതിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ 8+ Gen 1 ഒക്കെ വെച്ചുകൊണ്ടുള്ള ആൻഡ്രോയിഡ് ഫോണുകളുണ്ട്, അല്ലെങ്കിൽ ഗെയിമിംഗ് ഫോണുകളൊക്കെ ഈ റേഞ്ചിൽ ഇതേ വിലയ്ക്ക് കിട്ടാനുണ്ട്. അതൊക്കെ കിഡിലം പെർഫോമൻസ് തരുന്ന ഗെയിമിംഗ് ഫോണുകളായിരിക്കും. ഇത് ഗെയിമിങ്ങിന് വേണ്ടി എടുക്കേണ്ട, പകരം ഒരു നല്ല റിച്ച് അടിപൊളി ബ്രാൻഡിന് വേണ്ടി എടുക്കുമ്പോൾ അടിപൊളി ഗെയിമിംഗ് പെർഫോമൻസ് കൂടി തരും ഈ സ്നാപ്ഡ്രാഗൺ 870 റേഞ്ചിലുള്ള പെർഫോമൻസ്. ഇനി ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഘടകം ക്യാമറയെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞു വരുന്നത്. സാമ്പിളുകൾ കാണാം, അത്യാവശ്യം നല്ല ആർട്ടിഫിഷ്യൽ ലൈറ്റ് സാമ്പിളുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? എന്നെ സംബന്ധിച്ച് വളരെ നന്നായിട്ടുണ്ട് എന്നാണ് തോന്നിയത്. ബട്ട് ഇപ്പം നിങ്ങൾ മെയിനായിട്ട് ചോദിക്കാൻ പോകുന്ന ചോദ്യം, ഇത് ഐഫോണിനേക്കാൾ നല്ലതാണോ എന്നുള്ളതായിരിക്കും. ഞാനത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐഫോണിനേക്കാൾ എല്ലാ മേഖലയിലും ഒന്നും നല്ലതെന്ന് പറയാനില്ല. സോ കംപ്ലീറ്റ് ആയിട്ടും ക്യാമറ ഐഫോണിനെ തകർക്കും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ല. ഇത് കണ്ടിടത്തോളം കൊണ്ട് ഞാൻ എന്തായാലും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം. ഈ ഒരു വിലയ്ക്ക് ഈ ഒരു ഫോൺ എന്ന രീതിയിൽ നോക്കുമ്പോൾ ഇതിൻ്റെ ക്യാമറ നന്നായിട്ടുണ്ട്. സാമ്പിളുകൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. സോ ഡേ ലൈറ്റ് ആയാലും ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആയാലും ഇമേജുകൾ നന്നായിരിക്കുന്നു. വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം, അത്യാവശ്യം നല്ല വീഡിയോ ക്വാളിറ്റിയും ഈ ഒരു ക്യാമറ തരുന്നുണ്ട്. സെൽഫി ക്യാമറയിൽ തന്നെ 4K 60 FPS ഒക്കെ ഷൂട്ട് ചെയ്യാം. 10.8 MP ക്യാമറയാണ് സെൽഫിക്ക് കൊടുത്തിരിക്കുന്നത്. മെയിൻ ക്യാമറ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് വരുന്നത്. 12 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയൊക്കെ ഉണ്ട്.
ഓവറോൾ ഗ്രേറ്റ് സെറ്റപ്പാണ്. വേറെ വിഷയങ്ങളൊന്നും ഇതിൻ്റെ ക്യാമറയിൽ കണ്ടില്ല ഇപ്പോഴേക്ക്. ഇത് മാത്രമായിട്ട് നോക്കുമ്പോൾ, കമ്പയർ ചെയ്ത് നോക്കുമ്പോഴുള്ള കാര്യം ഞാൻ പിന്നെ പറയാം. കാരണം ഇപ്പോൾ പറയാത്തത് പെട്ടെന്ന് എടുക്കുന്ന ഒരു റാൻഡമായ കുറച്ച് ക്ലിപ്പുകൾ കമ്പയർ ചെയ്ത് പറയരുത്. കമ്പാരിസൺ ചെയ്യുമ്പോൾ നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ നല്ല സ്ഥലങ്ങളിൽ പോയിട്ട് എടുത്തിട്ട് വേണം ചെയ്യാൻ എന്നൊക്കെ ചില സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മളത് മുഖവിലേക്ക് എടുക്കുകയാണ്. നമ്മൾ തീർച്ചയായിട്ടും കുറച്ചുകൂടി നല്ല പ്ലേസുകളിലൊക്കെ പോയി നല്ല ഇമേജുകൾ എടുത്തുകൊണ്ട് വന്നിട്ട് കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. എന്തായാലും ഇപ്പോഴേക്ക് ഇത് നന്നായിട്ടുണ്ട്, വലിയ പ്രശ്നങ്ങളൊന്നും പറയാനില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ചില പ്രോ ആൾക്കാർ പറയും സ്ഥലത്തിൻ്റെ ഭംഗിയല്ലല്ലോ, ക്യാമറയുടെ ഭംഗിയല്ല, എൻ്റെ ക്വാളിറ്റിയല്ലേ നമുക്ക് അറിയേണ്ടതെന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ എങ്കിലും ചിലർ അഭിപ്രായപ്പെടുന്നു കുറച്ചും കൂടി നല്ല സ്ഥലങ്ങളിൽ പോയി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഫോട്ടോ കിട്ടുമെന്ന്. പരിഗണിക്കാവുന്ന കാര്യമായതുകൊണ്ട് നമ്മളത് ചെയ്യുകയാണ്. പിന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിന്റ് സെൻസറിനെ കുറിച്ച് കുറേ പരാതികളുണ്ട്. ഇതിൻ്റെ മുമ്പത്തെ വെർഷനുകളിലൊക്കെ അത് സ്ലോ ആണെന്നും ആരുടെ കൈവച്ചാലും വർക്ക് ചെയ്യുന്ന അവസ്ഥയാണുള്ളതെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഇതിനതൊന്നും പ്രശ്നമില്ല, ഡീസൻ്റ് ആണ്, ഫാസ്റ്റ് ആണ്. നമുക്ക് ജസ്റ്റ് ഇതിൽ ആ ഒരു ശല്യം തോന്നിയത് ഈ സൗണ്ടിൻ്റെ ബട്ടൺ താഴെയും പവർ ബട്ടൺ മുകളിലും കൊടുത്തിരിക്കുന്നു. അത് പവർ ബട്ടൺ താഴെയും സൗണ്ടിൻ്റെ ബട്ടൺ മുകളിലും ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി സൗകര്യമായിരുന്നു എനിക്ക് തോന്നിയ ഒരു കാര്യമാണോ. യൂസ് ചെയ്തപ്പോൾ പലപ്പോഴും എനിക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് വന്നൊരു കാര്യമാണത്, അതൊന്ന് പറഞ്ഞെന്ന് മാത്രം. ഫിംഗർ പ്രിന്റ് സെൻസറിൻ്റെ കാര്യത്തിൽ ഇത് വളരെ ഫാസ്റ്റാണ്. കണ്ടോ, തൊട്ടാൽ അപ്പം തന്നെ ഓപ്പൺ ആവുന്ന വളരെ ഫാസ്റ്റായ ഒരു ഫിംഗർ പ്രിന്റ് സെൻസറാണ്. വേറെ വിരലെന്ന് വെച്ചാൽ ഓപ്പൺ ആവുകയില്ല. സോ ഫിംഗർ പ്രിന്റ് സെൻസർ ഇവർ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഫേസ് അൺലോക്ക് പിന്നെ യൂഷ്വൽ ആയിട്ടുള്ളത് തന്നെ, അത് വലിയ ഡിപ്പെൻഡബിൾ ആയ ഒരു സാധനമല്ല, നമുക്കറിയാം. ഇനി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്. പക്ഷേ ഒരു പ്രശ്നം, സ്റ്റീരിയോ സ്പീക്കറൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. നല്ലതെന്ന് പറയുമ്പോൾ അത്രയും ഒരു ഡെപ്ത് ഒന്നുമില്ല, അതായത് ഒരു ഫ്ലാറ്റ് സൗണ്ട്. നമുക്കൊന്ന് കേട്ട് നോക്കാം. ഒരു ഫ്ലാറ്റ് സൗണ്ടാണ്, പ്രത്യേകിച്ച് ഒരു എഫക്റ്റ്, ഒരു പവറൊന്നും തോന്നുന്നില്ല അത് ഇതിൻ്റെ സ്റ്റീരിയോ സ്പീക്കറിൽ നിന്ന് സൗണ്ട് കേൾക്കുമ്പോൾ. ബട്ട് ഹെഡ്ഫോണിൽ ഞാൻ സോണിയുടെ WXM5 എന്ന് പറയുന്ന ഈ ഹെഡ്ഫോണിലാണ് സൗണ്ട് ടെസ്റ്റ് ചെയ്തത്. അടിപൊളിയാണ്. ഹെഡ്ഫോണിൽ ഒരു വിഷയമില്ല. അത് ഈ ഹെഡ്ഫോണിൻ്റെ ക്വാളിറ്റി കൂടി ആയിരിക്കും, ബട്ട് എങ്കിലും അടിപൊളി ക്വാളിറ്റിയിൽ നമുക്ക് ഹെഡ്ഫോണിലൊക്കെ പാട്ട് കേൾക്കാൻ ഗംഭീരമാണ്. സ്റ്റീരിയോ സ്പീക്കറിൽ, ലൗഡ് സ്പീക്കറിൽ കേൾക്കുമ്പോൾ ക്വാളിറ്റി ഒട്ടും തന്നെ തോന്നിയില്ല, ഡെപ്ത് തോന്നിയില്ല, ഒരു ബേസ് ഒന്നും ഒട്ടും തന്നെ തോന്നിയില്ല. അതാണ് സൗണ്ട് ക്വാളിറ്റിയുടെ ഭാഗത്ത് തോന്നിയ ഒരു പോരായ്മ. ഇനി കോള്, നെറ്റ്വർക്ക്, വൈഫൈ പോലുള്ള കാര്യങ്ങളിലേക്ക് വന്നപ്പോൾ വൈഫൈ ഒന്നും വിഷയമില്ല. ഒക്കെ മാക്സിമം സ്പീഡ് 100 MB/s ആണ് എൻ്റെ വീട്ടിലെ സ്പീഡ്. അതൊക്കെ ഭംഗിയായിട്ട് കിട്ടുന്നുണ്ട്. നെറ്റ്വർക്കിൽ വരുമ്പോൾ പ്രശ്നമൊന്നുമില്ല, എങ്കിലും സ്പീഡ് ടെസ്റ്റ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി കുറവ് പോലെ തോന്നുന്നുണ്ട്. ബട്ട് നെറ്റ്വർക്ക് റിസപ്ഷനിലൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. വളരെ ഡീസൻ്റ് ആയിട്ട് നമുക്ക് കോൾ ചെയ്യാനും എല്ലാത്തിനും സാധിക്കുന്നുണ്ട്. സോ ആ മേഖലയൊക്കെ ക്ലിയർ ആണ്. കോൾ ക്വാളിറ്റിയിലും പ്രശ്നങ്ങളൊന്നുമില്ല, അടിപൊളിയാണ്. പിന്നെ ആൻഡ്രോയിഡ് 13 ഈ ഒരു ഫോൺ വരുന്നത്. 14, 15, 16 അതുവരെയുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നമുക്ക് കിട്ടും. സെക്യൂരിറ്റി അപ്ഡേറ്റ് 5 വർഷത്തെയും പറയുന്നുണ്ട്. സോ സഫീഷ്യൻ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. ബട്ട് സാംസങ് ഒക്കെ 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് തരുന്നുണ്ട്. ഗൂഗിളിൻ്റെ ആണ് ആൻഡ്രോയിഡ്, എന്നിട്ട് അവർ 3 വർഷം തരുന്നെന്നുള്ളത് ഒരു ഇച്ചിരി കുറവാണ്. അതിൽ കൂട്ടാമായിരുന്നു, ഒരു 4 വർഷം തരാമായിരുന്നു എന്നുള്ളത് ഒരു ഫീലിംഗ് മാത്രം, അല്ലാണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സംഭവം സെറ്റാണ്. 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് തരുന്നുണ്ട്. സിമ്മിൻ്റെ കാര്യത്തിലേക്ക് നോക്കിയാൽ 5G ഫുൾ ബാൻഡുകളും സപ്പോർട്ട് ചെയ്യുന്ന 5G സെറ്റാണ് ഈ ഫോൺ. ഡുവൽ സിം, ഒരു സിമ്മും പ്ലസ് ഈ സിമ്മുമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. കുഴപ്പമില്ല, ഐഫോണൊക്കെ അങ്ങനെ തന്നെയാണല്ലോ വരുന്നത്. ബാറ്ററി ലൈഫ് അത്ര ഗംഭീരമായിട്ടൊന്നും തോന്നിയില്ല. 4270 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ വരുന്നത്. ബാറ്ററി ലൈഫ് കുഴപ്പമൊന്നുമില്ല, ഒരു ദിവസമൊക്കെ എനിക്ക് നോർമലായിട്ട് കിട്ടുന്നുണ്ട്. അതിൽ കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട, വലിയ അത്ഭുതമൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. വയേർഡ് ചാർജിങ് 30 വാട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, റിവേഴ്സ് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിവേഴ്സ് വയർലെസ് ചാർജിങ്ങിൽ ഒരു നല്ല കാര്യം തോന്നിയത്, ഐഫോണിലൊന്നും അതില്ല. അതുകൊണ്ട് ആ മേഖലയിൽ ഇത് ഐഫോണിനേക്കാളും നല്ലതാണ്. അൾട്രയിൽ നമുക്ക് റിവേഴ്സ് വയർലെസ് ചാർജിങ് ഉണ്ട്, പക്ഷേ ഇതിനേക്കാൾ എഫിഷ്യൻ്റ് ആണ് പിക്സലിലത്തെ റിവേഴ്സ് വയർലെസ് ചാർജിങ്. പലപ്പോഴും ഞാൻ അൾട്രയിൽ റിവേഴ്സ് വയർലെസ് ചാർജിങ് ഓൺ ചെയ്ത് ഈ ഫോൺ കമഴ്ത്തി വെച്ച് അതിൻ്റെ മുകളിൽ എയർപോഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐറ്റം എടുത്ത് വെക്കുമ്പോൾ പലപ്പോഴും വർക്ക് ചെയ്യാറില്ല. അത് ഒരു ഡിസ്റ്റർബിങ് ആയിരുന്നു പലപ്പോഴും കേട്ടോ. വർക്ക് ചെയ്യില്ല എന്നല്ല, വർക്ക് ചെയ്യും, ബട്ട് അത്ര പെർഫെക്റ്റ് ആയിട്ട് എപ്പോഴും വർക്ക് ചെയ്യില്ല. ബട്ട് ഇതിൽ നമ്മൾ റിവേഴ്സ് വയർലെസ് ചാർജിങ് പവർ ഷെയർ അത് ഓൺ ചെയ്തിട്ട് ജസ്റ്റ് കമഴ്ത്തി വെച്ച് ഇതിന് മുകളിൽ എന്തെടുത്ത് വെച്ചാലും ഒരു വിഷയമില്ല, ഈസി ആയിട്ട്. അത് അൾട്ര എടുത്ത് വെച്ചാലും ഐഫോൺ എടുത്ത് വെച്ചാലും എയർപോഡ് എടുത്ത് വെച്ചാലും ഒക്കെ ഈസി ആയിട്ട് വർക്ക് ചെയ്യും. സോ എഫക്റ്റീവായ ഒരു റിവേഴ്സ് വയർലെസ് ചാർജിങ് ഉണ്ട്, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അത് ഭംഗിയായിട്ട് വർക്ക് ചെയ്യും. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, HDR ഇട്ട് കഴിഞ്ഞാൽ ടോപ്പ് ക്വാളിറ്റിയിൽ ഒരു പ്രശ്നമില്ലാതെ അടിപൊളി ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ്. സോ Pixel 7 ഡിസ്പ്ലേയുടെ കാര്യത്തിലും ഗംഭീര ക്വാളിറ്റിയാണ്. ഔട്ട്ഡോർ ബ്രൈറ്റ്നസ് ഒക്കെ കുറച്ചുകൂടി നന്നാവാമായിരുന്നു, കാരണം S22 അൾട്രയുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല, അത്രയൊന്നുമില്ല. എങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത രീതിയിലുള്ളൊരു ബ്രൈറ്റ്നസ് ലെവലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സോ ഫൈനലി ഐഫോണിനേക്കാൾ ബെറ്റർ ആണോ അല്ലെങ്കിൽ ഐഫോൺ കില്ലർ എന്ന നിലയിൽ നമുക്ക് Pixel 7 പരിഗണിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ, അങ്ങനെ തന്നെ പറയാം. കാരണം ഇതിൻ്റെ പെർഫോമൻസ് ഒരു കാരണവശാലും ഐഫോൺ 14-ൻ്റെയോ 13-ൻ്റെയോ ഒന്നും റേഞ്ചിൽ എത്തുകയില്ല. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് ഇമ്പോർട്ടൻസ് ഉള്ള ആൾക്കാർക്ക് ഒരു കാരണവശാലും Pixel 7 എന്ന് പറയുന്ന സംഗതി ഒരു കമ്പയറബിളായ സംഗതിയല്ല. ക്യാമറയിലേക്ക് വരുമ്പോൾ
ഇമേജുകൾ നല്ലതാണെങ്കിലും വീഡിയോസിൽ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. കമ്പയർ ചെയ്ത് നോക്കിയിട്ട് അടുത്ത ദിവസം ഞാൻ ഷെയർ ചെയ്യാം. ബാക്കി ഓവറോൾ സിസ്റ്റം പെർഫോമൻസ് ഒക്കെ നോർമൽ യൂസിന് അടിപൊളിയാണ്. ഡിസൈനും ബ്രാൻഡും അതേപോലെ ബാറ്ററി ലൈഫ് ഒന്നും കുഴപ്പമില്ല. കുറേ കാര്യങ്ങൾ ഫീച്ചർ റിച്ച് ആയ ഒരു സംഭവമാണ് പിക്സൽ. അതുകൊണ്ട് പിക്സൽ ചൂസ് ചെയ്യാം. ഈ പെർഫോമൻസും ക്യാമറയിലെ വീഡിയോ ക്വാളിറ്റി മാത്രമാണ് ഒരു കൺഫ്യൂഷനായിട്ട് അല്ലെങ്കിൽ സ്റ്റിൽ ഐഫോൺ ബെറ്റർ ആയിട്ട് നിൽക്കാൻ പോകുന്നൊരു സംഗതി. സോ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നിങ്ങൾക്കിത് ഓക്കെ ആയിരിക്കുമോ എന്നുള്ള കാര്യം. എൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് എനിക്ക് തോന്നിയത്, കമ്പയർ ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഞാൻ വരും ദിവസങ്ങളിൽ മറ്റൊരു വീഡിയോയിൽ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.